ഗെയിമിൽ കയറിയിട്ടിപ്പോൾ ഒത്തിരി ആവുകയൊക്കെ ചെയ്ത് ഒരു ഗിൽഡൊക്കെ തുടങ്ങിയിട്ട് ഗിൽഡ് ക്യാപ്റ്റൻ എന്നെ കുറച്ച് ദിവസത്തേക്കെങ്കിലും പിടിച്ച് ഗിൽഡ് ക്യാപ്റ്റൻ ആക്കി. അത് തന്നെ ഞാൻ കരഞ്ഞു പിടിച്ച് പോയിച്ചതാണ്. ഇന്നെൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് മാത്രം എന്നെ ഗിൽഡ് ക്യാപ്റ്റൻ പിടിച്ച് കയറ്റിയല്ലോ. ഇത് ഗിൽഡ് ക്യാപ്റ്റൻ അല്ലേ? ഒന്ന് ചോദിച്ചൊക്കെ ചിട്ട് നോക്കാം. എൻ്റെ മോനെ എന്നെ പിടിച്ച് കയറ്റി ഗിൽഡ് ക്യാപ്റ്റൻ. ഒന്ന് ചോദിക്കാം, ഗിൽഡ് ക്യാപ്റ്റനോട് ചോദിക്കട്ടെ. ഗിൽഡ് ക്യാപ്റ്റനെ, ഇന്നത്തെ ഗിൽഡ് വാർ എന്നെ കൂട്ടുവോ? ഒന്ന് പോടാൻ രൂപേ. നിന്നെ ഗിൽഡ് ക്യാപ്റ്റൻ ആക്കിയത് തന്നെ നിന്റെ ഭാഗ്യം. നീ എന്നോടൊക്കെ നിന്നെ ആരാടാ പിടിച്ച് ഗിൽഡ് ക്യാപ്റ്റൻ ആക്കിയത് രൂപേ? ഞാൻ പോലും അല്ല നിന്നെ പിടിച്ച് ഗിൽഡ് ക്യാപ്റ്റൻ ആക്കി. മിക്കവാറും അവനായിരിക്കും. അവന് ഞാനൊരു 10 മിനിറ്റത്തേക്ക് എൻ്റെ അക്കൗണ്ട് തരാമെന്ന് പറഞ്ഞ് ചോദിച്ചതാ. കിടന്ന് ചോദിച്ചാ. നീ മിക്കവാറും അവനെ 1v1 തോപ്പിച്ചെങ്കിലും നീ എന്നെ തോപ്പിക്കാൻ വളർന്നിട്ടില്ലടാ നൂബേ. ഗിൽഡ് ക്യാപ്റ്റൻ വന്നാലും ഞാൻ നിങ്ങളെപ്പോലെ എനിക്ക് നല്ല കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ കിട്ടി. ഒന്ന് പോടാ. എനിക്ക് ഇപ്പോൾ എന്തൊക്കെയാ ഉള്ളതെന്നറിയോ? എൻ്റെ മോനെ തൂത്തുവാരുന്ന പുതിയായിട്ട് വന്നേക്കുന്ന ഇമോട്ട് ഇതൊക്കെ ഇത്ര ഒട്ടും എടുത്തോ ഗിൽഡ് ക്യാപ്റ്റൻ? ഇതൊക്കെ എനിക്ക് എപ്പോഴാണ് എടുക്കാടാ നൂബേ? നീ നിന്റെ കയ്യിലാന്ന് വിചാരിച്ച് നീ എന്നെ പിടിച്ച് കിക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിന്റെ അക്കൗണ്ടിൻ്റെ ഐഡിയും പാസ്വേഡും എൻ്റെ ഇപ്പോഴും കൊണ്ടുവരാൻ നൂബേ. നീ അന്ന് ഒരു ടോപ്പപ്പ് ചെയ്ത് തരുമെന്ന് പറഞ്ഞില്ലേ? എനിക്ക് അപ്പോഴേ തോന്നി ഇങ്ങനെ സംഭവിക്കുമായിരുന്നു. അത് കാരണം തന്നെയാണ് നൂബേ ഞാനിങ്ങനെ വെച്ചത്. ഗിൽഡ് ക്യാപ്റ്റൻ ആയിട്ടും ഞാനിങ്ങനെ ഒരു എണ്ണം വെച്ചത്. ഗിൽഡ് ക്യാപ്റ്റൻ പക്ഷേ ഗിൽഡില് ഒന്ന് പോടാൻ നൂബേ. ഗിൽഡ് ക്യാപ്റ്റൻ എനിക്കൊരു ഇമോട്ട് അയച്ചു തരൂ. ഒന്ന് പോടാൻ നൂബേ. എനിക്ക് ഒരു കാര്യം ചെയ്യാം. നീ എന്നെ ഒരു 1 vs 1 തോപ്പിച്ച് കഴിഞ്ഞാൽ നിനക്ക് ഞാൻ ഇമോട്ട് അയച്ചു തരാം. പക്ഷെ ഒരു കണ്ടീഷൻ, ഇമോട്ട് അയച്ചതിന് ശേഷം ഗിൽഡിൽ നിന്ന് വിട്ടു പോകണം. കൂട്ടത്തിൽ നീ എൻറ്റയർ ഫ്രീ ഫയർ നിർത്തിപ്പോണം. അതൊക്കെ ആണെങ്കിൽ ഞാൻ നിനക്ക് ഇമോട്ട് അയച്ചു തരാം. ഗിൽഡ് ക്യാപ്റ്റൻ അതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. എങ്കിൽ പിന്നെ നീ എന്നത്തിനാണ് നിൽക്കുന്നതിന്? നിനക്ക് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? നൂബേ, നിനക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഗ്രൂപ്പിൽ തന്നെ ഇറങ്ങി പോയേക്കാം, അതാ നല്ലത്. ഒന്ന് പോടാൻ നൂബേ. നീ അങ്ങനെ ഇറങ്ങി പോകുന്നില്ല, നീ ഇവിടെ തന്നെ നിൽക്കുക. പിന്നെ ഞാൻ തന്നെ പിടിച്ച് കിക്ക് ചെയ്തോളാം. അയ്യോ വേണ്ട ഗിൽഡ് ക്യാപ്റ്റൻ, ഞാൻ തന്നെ ഇറങ്ങി പൊക്കോളാം. ഒന്ന് പോടാൻ നൂബേ. എന്നെ പിടിച്ച് കിക്ക് ചെയ്യുന്ന അതിനേക്കാളും നല്ല രസമായിരിക്കും കിക്ക് ചെയ്യുന്നതൊക്കെ. കിക്ക് ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും. ഗിൽഡ് ക്യാപ്റ്റൻ അങ്ങനെ ചെയ്യല്ല, എന്നെ പിടിച്ച് കിക്ക് ചെയ്യല്ലേ ഗിൽഡ് ക്യാപ്റ്റോ. ഒന്ന് പോടാൻ നൂബേ. എന്നെ പിടിച്ച് ഗിൽഡ് ക്യാപ്റ്റൻ പിടിച്ച് കിക്കൗട്ട് ചെയ്ത് കളഞ്ഞല്ലോ. എന്തൊരു കഷ്ടമായിപ്പോയി. വേറെ ഏതെങ്കിലും പ്രോ പ്ലെയർ ഓൺലൈൻ ഉണ്ടോയെന്ന് നോക്കട്ടെ. 2-3 പേരൊക്കെ അതിൽ ചില ആൾക്കാരൊക്കെ കളിക്കാത്തതും കാര്യങ്ങളൊക്കെയാണ്. ഞാനിനി എന്താ അതെവിടുന്നാ സൗണ്ട് കേൾക്കുന്നത്? ഒരു മിനിറ്റ്, ആ ശബ്ദം കേട്ടോ നമ്മുടെ മറ്റേ ക്യാരക്ടർ എന്നല്ലേ? ഒരു മിനിറ്റ്, എനിക്കൊരു പുതിയ ആ ക്യാരക്ടറിൻ്റെ സൗണ്ട് എവിടുന്നോ കേട്ടു. എനിക്ക് വന്നു അത് പറഞ്ഞല്ലോ, അത് ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയി എന്തോ പറഞ്ഞായിരുന്നു ആ ക്യാരക്ടർ. എന്തായാലും നമുക്ക് പോയി എനിക്ക് എങ്ങനെയെങ്കിലും ഒരു നല്ല അക്കൗണ്ടും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട്
പ്ലെയറിൻ്റെ അടുത്ത് പോയി ഷോവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. കുറച്ച് നാളൊന്ന് കഴിഞ്ഞോട്ട് ഞാൻ കാണിച്ചു കൊടുക്കാം ആ പ്രോ പ്ലെയർ ഞാൻ ആരാണ്. ആദം അവിടെ കൊച്ചിനഞ്ചേട്ടൻ്റെ അവിടെ പോയിട്ട് പാനിപ്പൂരിയുടെ ഉൽപ്പന്നങ്ങൾ തുടങ്ങി. ആൾക്കാരെല്ലാവരും വരുന്നുണ്ടെങ്കിലും അവന് ബിസിനസ്സും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. എന്നാൽ പുള്ളിക്കാരനൊരു കാര്യം പറഞ്ഞാൽ, നീ ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ നിനക്ക് നീ ഒരു കുറച്ച് നേരം വർക്ക് ചെയ്താൽ മതിയടാ മോനെ എന്ന് പറഞ്ഞു. എന്നും പറഞ്ഞ് അവന് അവനെന്നും പറഞ്ഞ് കുറേ കടകളും അവൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂർ അവൻ അവിടെ വർക്ക് ചെയ്യും. പിന്നെ സോമൻ ചേട്ടൻ്റെ അവിടുത്തെ പോയി പോപ്കോൺ മെഷീനിലും കാര്യങ്ങളും ഒക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ആദ്യം അവിടെ പോപ്കോൺ മെഷീനിലും കാര്യങ്ങളും ഒക്കെ വിറ്റ് ലാസ്റ്റ് ഒത്തിരി പൈസക്കാരനും കാര്യങ്ങളും ഒക്കെ അവന് 11 കടകളിൽ ജോലി എടുക്കുന്നു. അവൻ ബിനു ചേട്ടൻ്റെ പോപ്കോണും പിന്നെ പിസ്സ ഹട്ടിലും ഒക്കെ പോയി വർക്ക് ചെയ്യാൻ തുടങ്ങി. അവനെ കുറേ കടകളും എല്ലാം അവൻ ലാസ്റ്റ് ഒരു വലിയ ആളാകാനായിട്ട് അവനൊരു വീട് നോക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ അവനൊരു വളരെ നല്ലൊരു 2 നില വീട് കിട്ടി. അവനൊരു വീട് വരെ വാങ്ങിയേക്കുന്നു. ലാസ്റ്റ് അവൻ ഒത്തിരി കഷ്ടപ്പെട്ട് ലാസ്റ്റ് അവനത് തിയേറ്ററിൽ പോയി തിയേറ്റർ ഓൺ ചെയ്യാൻ തുടങ്ങി. പുതിയ തിയേറ്റർ കാണാനായിട്ട് നമ്മുടെ ആൻഡ്രൂ പോയി പുതിയ തിയേറ്ററിൽ ചെന്നു. അവൻ്റെ പുതിയ തിയേറ്ററിൽ വെച്ച് അവൻ എല്ലാവരോടും പറഞ്ഞു, കയറുക, പുതിയ ഡിസ്കൗണ്ട് ഓഫർ, എല്ലാവർക്കും 10 രൂപയ്ക്ക് വെച്ച് പുതിയ ഫ്രീ ഫയറിൻ്റെ ഫ്രം ദ യൂണിവേഴ്സ് എന്ന് പറയുന്ന സിനിമ കാണാമെന്നായിരിക്കും എന്നും പറഞ്ഞ് അവൻ ചിയർ ചെയ്യാൻ തുടങ്ങി. ലാസ്റ്റ് അവൻ ഒരു പൈസക്കാരനും കാര്യങ്ങളും ഒക്കെ ആയി. അവനൊരു നല്ല അക്കൗണ്ടും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് ശാശാൽ KMC കൊമ്പൻ്റെ അടുത്തോട്ട് പോയി. KMC കൊമ്പൻ്റെ UID ഒക്കെ എങ്ങനെയോ കണ്ടുപിടിച്ച് കഷ്ടപ്പെട്ടെടുത്തു. നമുക്ക് നോക്കാം ബാക്കി എന്താ സംഭവിച്ചതെന്ന്. ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ബാക്കി സംഭവിച്ചതെന്നും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ പാർട്ട് 2 നോക്കുക. അത് ഉടനെ ഇറങ്ങുന്നുണ്ടായിരിക്കും. നിങ്ങളത് വളരെ പെട്ടെന്ന് നിങ്ങൾക്കത് കിട്ടുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഒരു വറിയൊന്നും ടെൻഷനൊന്നും വെറി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ആൻഡ്രൂ ഉറപ്പായും റിവഞ്ച് അടിച്ചേക്കും. ഞാൻ പറയാം, നമ്മുടെ ആൻഡ്രൂ അണ്ണൻ ഉറപ്പായും റിവഞ്ച് അടിച്ചേക്കും. നിങ്ങൾ ആ വീഡിയോ നിങ്ങൾ ഉറപ്പായും കാണണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം MC മാധവ് ഗെയിമിംഗ് സൈനിങ് ഓഫ്.